നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു എന്നുള്ളതാണ് അല്ലേ. എല്ലാ മത്സരങ്ങളും ഒരേ സമയത്തായിരുന്നു. എല്ലാവർക്കും എല്ലാ മത്സരവും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. കുറേ പേരും ഹൈലൈറ്റ്സ് ഒക്കെ തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഓരോ മത്സരങ്ങളും എന്താ പറയുക, ഹൈലൈറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീ പാറുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി മിസ്സാക്കിയപ്പോൾ വീഡിയോ ചെയ്യാനിരുന്ന എല്ലാ ബാഴ്സലോണ ഫാൻസും യമാലും കൂടെ മിസ്സാക്കി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയിട്ടുണ്ടാവും, വീഡിയോ ചെയ്യുന്നുണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ആരെ മിസ്സാക്കിയാലും ഞാൻ വീഡിയോ ചെയ്യാം. പക്ഷെ എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹായ് ഗൈസ്, ആൻഡപ്പൻ സ്പോർട്സ് ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം, എൻ്റെ പൊന്നു, ഒരേ സമയത്താണ് മത്സരങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇപ്പം ഞാനടക്കം നിങ്ങളടക്കമുള്ള എല്ലാവർക്കും എല്ലാ മത്സരങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. മിക്ക മത്സരങ്ങളും നമ്മളെല്ലാവരും ഹൈലൈറ്റ്സ് തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. സോ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു ആൻഡപ്പൻ സ്പോർട്സ് ക്ലബ്. ഇതിൽ ഞാൻ കണ്ടത് ഡെൻമാർക്ക് പോർച്ചുഗൽ മത്സരമാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാൻ റയൽ മാഡ്രിഡ് വിരോധിയാണ് അതുകൊണ്ടാണ് അങ്ങനെ എന്നൊന്നും പറയരുത്. എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മത്സരം കാണാനാണ് തോന്നിയത്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനിൻ്റെ മത്സരവും കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ സ്പെയിൻ ജയിക്കും തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, സ്പെയിൻ ജയിക്കും എന്നുള്ളൊരു ഓൾറെഡി ഒരു കൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. കാരണം നെതർലൻഡ്സുമായിട്ടുള്ളൊരു മത്സരം എപ്പോഴും ടൈറ്റും കാര്യങ്ങളൊക്കെ രസമൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും എനിക്കെന്തോ കാണാൻ തോന്നിയത് ആ മത്സരമല്ല. അതിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നെതർലൻഡ്സും ഈ പറയുന്ന പോലെ സ്പെയിനും മത്സരമാണെന്നുണ്ടെങ്കിലും കിഡിലെ മത്സരം തന്നെയായിരുന്നു. ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കണു, ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടണു. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഉണ്ടായിരുന്ന സംസാരത്തിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നു, തീ വാർന്നു, ആൻഡ് സ്പെയിൻ എവിടേക്ക് കയറുന്നു, സെമിയിലേക്ക് കയറുന്നു. ഇനി അപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമം വരുന്ന ഇതാണ് ക്രൊയേഷ്യ ഫ്രാൻസ് മത്സരം. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യും. മിക്ക തവണയും ആര് ജയിച്ച് കയറി വരും? ഫ്രാൻസ് തന്നെ ജയിച്ച് കയറി വരും. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ലെഗിൽ ക്രൊയേഷ്യക്കായിരുന്നു ലീഡ് എന്നുണ്ടെങ്കിലും ഫ്രാൻസാണ്, കൺഫേം ആണ് അവർ തിരിച്ച് കയറി വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഫ്രാൻസ് കയറി വന്നു. ഇനി അപ്പുറത്തെ മത്സരം, അതായത് ഇറ്റലി ജർമ്മനി മത്സരം, ഒരു സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. ജർമ്മനി ആകെ കൂടെ പൊട്ടിപ്പളിഞ്ഞ് പണ്ടാറടങ്ങിയിരുന്നൊരു ജർമ്മനിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ജർമ്മനി ഈസ് ലൈക്ക് വെരി ഡിഫറെൻറ്റ്. പക്ഷേ ഈ മത്സരം ഇറ്റലിയും ഒട്ടും മോശമല്ലായിരുന്നു. എൻ്റെ അമ്മോ, അതായത് ഇതിൽ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ ഒരു മത്സരം പോലും ചെറിയ മത്സരമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ ലെവലിലുള്ള അടിയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇറ്റലിയും ജർമ്മനിയും തമ്മിൽ ഏറ്റുമുട്ടിയതിലും ആര് കയറി വന്നു? ജർമ്മനി കയറി വന്നു. ഇപ്പുറത്ത് ഡെൻമാർക്ക് പോർച്ചുഗൽ മത്സരം, അത് കൂടുതൽ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തൊക്കെ പറഞ്ഞാലും ഫുട്ബോളിൻ്റെ ലെജൻഡ് തന്നെയാണ്. അദ്ദേഹം ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യ ലെഗിൽ പോർച്ചുഗലിന് വിചാരിച്ചതുപോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ സെലിബ്രേഷൻ തനിക്കെതിരെ തന്നെ തൻ്റെ ഒരു ഫാൻ ബോയ് ചെയ്യുന്നു, വിച്ച് ഇസ് എ വെരി പോസിറ്റീവ് തിങ്. പക്ഷേ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീസ് ഗോണ സീ റിയൽ സൂ, ആൻഡ് അത് പുള്ളി കാണിക്കുകയും ചെയ്തു. പക്ഷെ തുടക്കത്തിൽ തന്നെ ഒരു പെനാൽറ്റി കിട്ടുന്നു, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീടാണെന്നുണ്ടെങ്കിലും ഒരു കിഡിലൻ ഗോൾ തന്നെയാണ് റൊണാൾഡോ സ്കോർ ചെയ്തത്. അതായത് എനിക്ക് ആ മൊത്തം മത്സരം മാറ്റിയ ഗോളൊന്നും അല്ലെങ്കിലും ബ്രൂണോ ഫെർണാണ്ടസ് പുറത്തുനിന്ന് അടിക്കുന്നു, അത് പോസ്റ്റിലടിച്ച് ഗോളിയെ തട്ടി ഇപ്പുറത്ത് വന്ന് കിടക്കണ സാധനം കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പറ്റി. അതാണ് ഒരു ലെജൻഡ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. പോർച്ചുഗലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ഡിഫൻസിലൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. അത് വെച്ചിട്ട് ഇനി അവർ എങ്ങനെ ജർമ്മനിയെ ഫേസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചോദ്യം തന്നെയാണ്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമാണ്, പുള്ളിയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാ പ്ലെയേഴ്സും നല്ല ഫോമിലല്ലെങ്കിലും ഒരു മെൻറ്റാലിറ്റി കൊടുക്കാൻ പറ്റിയ ഒരു കിങ് തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ സെമി കനക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് കേട്ടോ, നിങ്ങൾ ആരായിരിക്കും ഫൈനലിലേക്ക് പോകുന്ന ഇരു ടീമുകൾ എന്നാണ് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് സ്പോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടെ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.